again welcome back to my YouTube channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മെയിൻ ആയിട്ടുള്ളത് ബ്രൈഡ്സിന് വേണ്ടിയിട്ടാണ്. ബ്രൈഡ്സ് മസ്റ്റ് ആയിട്ട് ഈ പാക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വെഡിങ്ങിന് നിങ്ങളുടെ സ്കിൻ നല്ലോണം ഗ്ലോ ആക്കി വെക്കാനും ബ്രൈറ്റ് ആയിട്ട് വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ കയ്യിൽ വരുന്ന ടാന് പിഗ്മെന്റേഷൻ, നമ്മുടെ കഴുത്തിൽ വരുന്ന ടാന് പിഗ്മെന്റേഷൻ, നമ്മുടെ ഫുൾ ബോഡി വൈറ്റനിങ്ങിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കുമായിട്ടാണ് എന്ന് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ബ്രൈഡ്സ് മാത്രമല്ല ആർക്കും ട്രൈ ചെയ്ത് നോക്കാം. മെയിനായിട്ട് ബ്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു 3 മന്ത് മുന്നെങ്കിലും സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ വെഡിങ് ഡേ ആകുമ്പോഴേക്കും നല്ലോണം നമ്മുടെ സ്കിൻ ഗ്ലോ ആക്കി വെക്കാനും ബ്രൈറ്റ് ആക്കി വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ വീട്ടിലൊരു ബ്രൈഡ് ഉണ്ട്. സോ അപ്പോൾ ആ ബ്രൈഡ് 3 മന്ത് മുന്നേ ഇങ്ങനെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആൾ ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയൊരു പാക്കുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ്. ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നമുക്കൊരു ബെറ്റർ റിസൾട്ടാണ് കിട്ടുന്നത്. പക്ഷെ 3 മന്തൊക്കെ കണ്ടിന്യൂസ് നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും ഞാൻ പറയുകയാണ് നമ്മുടെ ഫേസിൽ പിന്നെ പിഗ്മെന്റേഷനോ സൺടാനോ പിമ്പിൾസോ ഡാർക്ക് സ്പോട്ട്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരാൻ ചാൻസ് ഇല്ല. ഞാൻ യൂസ് ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളി പാക്കാണ്. കാരണം ഇതിൽ നമ്മൾ എടുക്കുന്ന 2 ഐറ്റംസ് ആണ് എടുക്കുന്നത്. പിന്നെ അത് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ഐറ്റം കൂടെ എടുക്കുന്നുണ്ട്. ഇത് 3 നമ്മുടെ സ്കിന്നിന് നല്ല അടിപൊളി ഐറ്റമാണ്. സോ അപ്പോൾ ഞാൻ ഇത് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഇത് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ റിസൾട്ട് കിട്ടും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും പറയാം. അപ്പോൾ അതായത് ഈ 2 ഐറ്റമാണ് നമ്മൾ എടുക്കുന്നത്. ഇത് വന്നിട്ട് മഞ്ചിഷ്ടം, ഇത് വന്നിട്ട് ലിക്വറയ്ക്കുമാണ്. നമ്മുടെ ഇരട്ടി മധുരപ്പൊടിയില്ല, അതാണ്. ഇത് രണ്ടും നമുക്ക് അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും. വലിയ വിലയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതല്ലാണ്ട് നമുക്ക് വാങ്ങിച്ച് പൊടിച്ചെടുത്ത് അങ്ങനെ യൂസ് ചെയ്യാം. ഇത് പൊടിച്ചെടുക്കുന്ന കുറച്ച് പാട് പിടിച്ച പരിപാടി ആയതുകൊണ്ട് ഞാനിങ്ങനെ പൗഡർഡ് ഫോമിലാണ് വാങ്ങുന്നത്. പല ബ്രാൻഡ്സിൻ്റെ വാങ്ങാൻ കിട്ടും. ഞാൻ ഇവിടെ ഡയറക്റ്റ് അങ്ങാടിക്കടയിൽ കിട്ടുന്നൊരു ബ്രാൻഡിൻ്റെയാണ് വാങ്ങുന്നത്. വലിയ വിലയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു കറക്റ്റ് വില എനിക്കറിയില്ല. കറക്റ്റ് വില ഞാൻ ഓർക്കുവാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലോ ക്യാപ്ഷനിലോ ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഈ 2 ഐറ്റമാണ് നമ്മുടെ ഈ ഒരു പാക്ക് റെഡിയാക്കാൻ വേണ്ടി മെയിനായിട്ട് വേണ്ടത്. ഫസ്റ്റ് വന്നിട്ട് മഞ്ചുഷ്ട എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്ത് വെക്കാനും ലൈറ്റൻ ചെയ്ത് വെക്കാനും നമ്മുടെ സ്കിന്നിൽ വരുന്ന പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് നമ്മുടെ സ്കിന്നിൽ ചില അലർജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരത്തില്ല, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആവുന്നതാണ്. ഇതൊക്കെ ആയുർവേദത്തിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും അങ്ങനെ സൈഡ് എഫക്ട്സ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. 100% നാച്ചുറലാണ്, ആയുർവേദിക്കാണ്. എക്സ്ട്രാ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഐറ്റമാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തത്. പിന്നെ സെക്കൻഡ് വന്നിട്ട് ഇരട്ടി മധുരം അല്ലെങ്കിൽ നമ്മുടെ ലിക്വറിക് പൗഡറും. ഈ ഇരട്ടി മധുരം നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഇരട്ടി മധുരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് നല്ലോണം വരുമെന്നൊക്കെ. പക്ഷെ അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല. ഞാനിത് മെയിനായിട്ട് വാങ്ങിച്ചേക്കുന്നത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ 2 ഐറ്റം ഒന്നിനൊന്നിന് റിസൾട്ടാണ് നമുക്ക് തരുന്നത്. 2 ഐറ്റം നമ്മുടെ ഫേസിലെ സൺടാന് പിഗ്മെൻറ്റേഷൻ ഡാർക്ക്നെസ്, നമ്മുടെ ഈ ഒരു ചുണ്ടിൻ്റെ ഈ സൈഡിൽ വരുന്ന പിഗ്മെൻറ്റേഷൻ, നമ്മുടെ കണ്ണിന് ചുറ്റും വരുന്ന ഡാർക്ക് സർക്കിൾസ്, നമ്മുടെ കഴുത്തിൽ വരുന്ന പിഗ്മെൻറ്റേഷൻ, കഴുത്തിൻ്റെ ബാക്കിൽ വരുന്ന പിഗ്മെൻറ്റേഷൻ, കയ്യിൽ വരുന്ന ടാൻ എല്ലാം പോകാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്നൊരു ഐറ്റമാണ്. സോ അപ്പോൾ എന്താണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 1 മന്തൊക്കെ ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വിസിബിൾ റിസൾട്ട് കിട്ടും. പിന്നെ 3 മന്ത് ഞാൻ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു നല്ല മീൻസ് ഒരു ഫൈനൽ റിസൾട്ട് കിട്ടുന്നത് ഒരു 3 മന്തൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ്. ഏത് പാക്കാലും ഒരു ഫൈനൽ റിസൾട്ട് അത്രയ്ക്ക് നമ്മൾ വിചാരിച്ചതിൻ്റെ കൂട്ട് അടിപൊളി റിസൾട്ട് കിട്ടുന്നത് 3 മന്ത് കഴിയുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ 3 മന്ത് എടുത്ത് പറഞ്ഞത്. പക്ഷെ ഒരു 1 വീക്ക് 1 മന്തൊക്കെ ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളാണ് കിട്ടുന്നത്. സോ അപ്പോൾ എന്തായാലും പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. ഇനി നമുക്കിത് എങ്ങനെ മിക്സ് ചെയ്തെടുക്കാനും ഇതെങ്ങനെ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാനും യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതിനെ പറ്റിയിട്ട് പോവാം. സോ അപ്പോൾ നമ്മൾ മെയിനായിട്ട് 2 സ്റ്റെപ്പിലൂടെയാണ് ഈ ഒരു പാക്കിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഫസ്റ്റ് വന്നിട്ട് ക്ലെൻസിങ് ആണ്. അതിന് വേണ്ടി ഇതേ കണക്കൊരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് തൈരാണ്. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തൈരാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തൈര് നമുക്കിങ്ങനെ പാത്രത്തിലേക്കൊന്ന് ജസ്റ്റ് നാക്കി കൊടുക്കാം. ഇത്ര തൈര് മാത്രം മതി. എക്സ്ട്രാ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പാക്ക് ഇതിനകത്ത് ഇട്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. ഇത് എങ്ങനെ മിക്സ് ചെയ്യണം അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലെൻസിങ് എന്താണ് നിങ്ങളൊന്ന് ചെയ്തിട്ട് വേണം ഇതേ കണക്ക് പാക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഫേസിൽ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഡയറക്റ്റ് പാക്ക് ഇടുവാണെങ്കിൽ നമുക്ക് അത്രയും നല്ലൊരു റിസൾട്ടും കാര്യങ്ങളും കിട്ടത്തില്ല. പക്ഷേ ക്ലെൻസിങ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലെ പോർട്സ് ഒക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യാനും നമ്മുടെ ഫേസിലുള്ള അഴുക്കുകൾ ഇമ്പ്യൂരിറ്റീസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ട് പാക്ക് ഇടുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടും കാര്യങ്ങളാണ് കിട്ടുന്നത്. നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോഴായിക്കോട്ടെ എന്ത് ചെയ്യുമ്പോഴായാലും മെയിനായിട്ട് അവർ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്ന ക്ലെൻസിങ്ങും കാര്യങ്ങളാണ്. സോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിൽ മെയിനായിട്ട് എടുത്തിരിക്കുന്ന കേർഡാണ്. കേർഡ് വന്നിട്ട് നമ്മുടെ ഫേസിൽ വരുന്ന സൺടാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പോകാൻ നല്ലതാണ്. ഇനിയിപ്പോൾ കേർഡ് യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അവർ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ക്ലെൻസർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം.
ഇതേ കണക്ക് കേർഡ് ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 minutes ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ മസാജും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മസാജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലുള്ള ഇമ്പ്യൂരിറ്റീസ് അഴുക്കുകളൊക്കെ പോകാൻ നല്ലതാണ്. അല്ലാതെ ജസ്റ്റ് കേർഡ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് വാഷ് ചെയ്ത് കളയാതെ മസാജും കാര്യങ്ങളും ചെയ്യുക. ഇനിയിപ്പോൾ കേർഡ് യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ക്ലെൻസർ യൂസ് ചെയ്യാം. അതൊന്നും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഹോം റെമഡി തന്നെ വേണമെങ്കിലും ഒന്നെങ്കിൽ കേർഡ് അല്ലെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ പിന്നെ ഹണി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ ടൊമാറ്റോ നീര് യൂസ് ചെയ്യാം, പൊട്ടറ്റോയുടെ നീര് യൂസ് ചെയ്യാം, പിന്നെ നമ്മുടെ കടലമാവില്ലേ, കടലമാവ് പൊടിച്ച് അതിൻ്റെ പൊടിയെടുത്ത് അങ്ങനെ വെള്ളം യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏത് വെള്ളം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നല്ല റിസൾട്ടും കാര്യങ്ങളുമാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ താണ്ട് ഇതേ കണക്ക് കേർഡ് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാജ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എപ്പോഴും അപ്വേർഡ് ഡയറക്ഷനിൽ മസാജ് ചെയ്യുക, ഒരിക്കലും ഡൗൺവേർഡ് ഡയറക്ഷനിൽ മസാജ് ചെയ്യില്ല. പിന്നെ ഇങ്ങനത്തെ മസാജും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അധികം സംസാരിക്കാതിരിക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഫേസിൽ റിങ്കിൾസ് വരും. അപ്പോൾ നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞിട്ടുണ്ട്. ക്ലെൻസിങ് ചെയ്തതിന് ശേഷം ഒരിക്കലും ഇങ്ങനെ തുണി വെച്ച് ഇങ്ങനെ റബ്ബ് ചെയ്ത് മാച്ച് അങ്ങനെ വീണ്ടും പാക്ക് ഇടാൻ നിൽക്കല്ല. മസ്റ്റ് ആയിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് വന്നതിന് ശേഷം മാത്രമേ പാക്ക് ഇടാവുക. അല്ലെങ്കിൽ പിന്നെ വീണ്ടും നമ്മുടെ മുഖത്ത് അഴുക്കുകളൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പാക്ക് ഇടുമ്പോൾ നമുക്ക് അത്രയും റിസൾട്ടും കാര്യങ്ങളും കിട്ടത്തില്ല. ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് നോക്കി, എനിക്ക് അങ്ങനെയാണ് ഒന്നും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പാക്ക് ഇടുന്ന സമയത്ത് നല്ലൊരു ബെറ്റർ റിസൾട്ടും കാര്യങ്ങളും കിട്ടാറുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായ പാക്കിലേക്ക് പോകാം. മെയിനായിട്ട് വേണ്ടുന്നത് കേർഡ് തന്നെയാണ്. കേർഡ് നമ്മുടെ ഫേസിൽ തന്നെ സണ്ടാന്നൊക്കെ പോകാൻ അടിപൊളി ഒരു ഐറ്റം കൂടാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് മഞ്ചിഷ്ടയാണ്. മഞ്ചിഷ്ട ഇട്ട് കൊടുക്കാം. ഭയങ്കര ക്വാണ്ടിറ്റിയിലൊന്നും വേണ്ട, അതിൻ്റെ ഏകദേശം ഈ ഒരു അളവിലെടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങളുടെ ഫേസിൽ, ബോഡിയിൽ, കഴുത്തിൽ, കയ്യിലും ഒക്കെ തന്നെ അപ്ലൈ ചെയ്യാൻ ഞാൻ ബോഡിയിൽ നിന്ന് ഓൾറെഡി പറഞ്ഞു, എന്നാലേ വീണ്ടും ഒന്നുകൂടി എടുത്ത് പറഞ്ഞാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇരട്ടി മധുരം, കുറച്ച് നമ്മുടെ മഞ്ചിഷ്ടയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നല്ലോണം ഫേസിലേക്ക് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്ലെൻസിങ്ങിൽ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ കേർഡ് ഇനി പറ്റാത്ത ആൾക്കാർക്ക് ഇനി പാക്ക് മിക്സ് ചെയ്യാൻ കേർഡ് തന്നെ എടുക്കണമെന്നില്ല. എനിക്ക് യൂസ് ചെയ്ത് എൻ്റെ സ്കിൻ വന്നിട്ട് ഒരു നോർമൽ സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് കേർഡ് യൂസ് ചെയ്തതിനും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു ഓയിലി ടൈപ്പ് സ്കിൻ ടൈപ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കേർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് പിമ്പിൾസും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് ഭയങ്കര ഒരു ഓയിലി ഫീൽ വീണ്ടും വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കേർഡ് യൂസ് ചെയ്യാൻ നിൽക്കേണ്ട. നിങ്ങൾക്ക് അതിന് പകരം ടൊമാറ്റോ നീര് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ വാട്ടർ യൂസ് ചെയ്യാം, നമ്മുടെ റോസ് വാട്ടർ യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഭയങ്കര ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കേർഡ് തന്നെ എടുക്കുന്നതാണ് ഒന്നും കൂടെ ബെറ്റർ. കാരണം ഡ്രൈനെസ് ഒക്കെ പോകാനും നമ്മുടെ സ്കിൻ നല്ലോണം സോഫ്റ്റൻ ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്താലും ഓവറായിട്ട് കുറേ നേരം ഒന്നും വെക്കാൻ നിൽക്കില്ല. ഭയങ്കര ബെറ്റർ റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് കുറേ നേരം വെക്കാൻ നിൽക്കില്ല. അങ്ങനെ പലരും അങ്ങനെ വെച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് മാക്സിമം 20 minutes കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും ഇത് റിമൂവ് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ പിന്നെ ഇത് ഫേസിൽ ഇരുന്ന് ഡ്രൈ ആകുമ്പോൾ നമ്മൾ ഫേസിൽ വീണ്ടും റിങ്കിൾസ്, ഫൈനൈൻസ് നമ്മൾ ഇരട്ടി പണി തന്നെ വരുന്നൊരവസ്ഥയാവും. സോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ മീൻസ് 20 minutes ഒക്കെ കഴിയുമ്പോൾ തന്നെ വാഷ് ചെയ്ത് കളയാം. പാക്ക് ഡ്രൈ ആയിട്ടിരിക്കുവാണ്. ഇപ്പം ഞാൻ ഇവിടെ കേർഡ് എടുത്തുകൊണ്ട് ഭയങ്കര ഡ്രൈ ആവാൻ ചാൻസ് ഇല്ല. പക്ഷേ ടൊമാറ്റോ നീര് എടുത്താലും നോർമൽ വാട്ടർ, റോസ് വാട്ടർ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ പാക്ക് കുറച്ച് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഡ്രൈ ആകുമ്പോൾ ഇതേ കണക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം വെച്ച് ഫേസ് വെച്ച് നല്ലോണം അതൊന്ന് കുതിർത്തെടുത്ത് മസാജ് ചെയ്തതിന് ശേഷം വേണം ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് കഴിയുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറേ നേരമായിട്ട് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനകത്ത് ഒട്ടും നല്ലതൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതെന്താണ് നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഫേസ് ഒക്കെ കംപ്ലീറ്റ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. വാഷ് ചെയ്തിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് തന്നെ കിട്ടും. നമ്മുടെ ഫേസ് അത്യാവശ്യം നല്ലോണം ഗ്ലോ ആക്കി വെക്കാനും നമ്മൾ നല്ലോണം ബ്രൈറ്റൻ ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒരുപാട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നൊരു പാക്കും കാര്യങ്ങളുമാണ്. പിന്നെ എപ്പോഴും പറഞ്ഞതിനോട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട കേട്ടോ. ബൈ.